ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ആർട്ട് ഇൻഡസ്ട്രിയിൽ പുതിയ ടൂൾസ് എല്ലാം വരുന്ന സമയത്ത് നമ്മളത് എടുത്ത് അൺബോക്സ് ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇത്. നമ്മൾ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്രിസ്ട്രോ എന്ന ബ്രാൻഡിൻ്റെ പുതിയതായിട്ട് വന്ന കളേർഡ് പെൻസിൽസ് ആണ്. ഇത് 72 കളേഴ്സുള്ള പെൻസിൽ സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 1899 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നാണ് ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡ് പറയുന്നത്. അതൊക്കെ സത്യമാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു അൺബോക്സിങ്ങിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, ഈ കളർ പെൻസിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രിസ്ട്രോ എന്ന ബ്രാൻഡിൻ്റെ ആർട്ടിസ്റ്റ് കളേർഡ് പെൻസിൽ 72 സെറ്റുള്ള ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡിൻ്റെ 72 സെറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കളേഴ്സ് വരുന്നത് ഈ ഒരു സെറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ അൺബോക്സ് ചെയ്യാനായിട്ട് എടുത്തത്. ഇതൊരു മെറ്റാലിക് ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. പുതുതായിട്ട് വാങ്ങുന്ന ഐറ്റംസ് അൺബോക്സിങ് ചെയ്യാന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല മെറ്റാലിക് ബോക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കളർ പെൻസിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 1, 2, 3 ഇതുപോലെ 3 സെറ്റ് വരുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് സെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിലുള്ള പെൻസിലിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഇതിങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് 2 സിമിലർ സെറ്റാണെന്നാണ്. പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. ഇതേ പാറ്റേണിൽ തന്നെയാണ് രണ്ടാമത്തെ ആ ഒരു ബോക്സിന് കളർ സെറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതും ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. ഗ്രീനും ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും പിന്നെ റെഡും പിന്നെ ആ ഒരു ഡാർക്ക് കളേഴ്സും എല്ലാം ആ ഒരു സെയിം പാറ്റേണിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പെൻസിൽ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് റാൻഡമായിട്ടൊരു പെൻസിൽ ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. നമുക്കിതിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പോളിക്രോമോസ് കളർ പെൻസിലിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ് ഏകദേശം ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട് പെൻസിലിന്. അതുപോലെ തന്നെ ഈ അറ്റം ഇവർ അടച്ചു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ക്വാളിറ്റി പെൻസിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത്. നമുക്കിതൊന്ന് ഷാർപ്പൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പെൻസിൽ ഷാർപ്പൻ ചെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് എങ്ങനെയുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു പേപ്പറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് റെഡ് കളർ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് പറ്റാവുന്നതിൻ്റെ അത്രയും മാക്സിമം ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അത് പതുക്കെ നമുക്ക് പ്രഷർ കൊടുത്ത് പ്രഷർ കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രിസ്മ കളേഴ്സ് യൂസ് ചെയ്യുന്ന ഏകദേശം സിമിലർ ഫീലാണ് എനിക്ക് തോന്നിയത്. പ്രിസ്മ കളേഴ്സ് വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രാൻഡും വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിലാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിട്ട് ബട്ടറി സ്മൂത്തായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീലാവും. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടിപ്പ് ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം പ്രഷർ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് കളേഴ്സ് ഇതിൽ അപ്ലൈ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള കളേഴ്സാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുമാണ്. അതോടൊപ്പം തന്നെ വാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടി പോലെ വരും. അത് വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിലിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. ചെറിയ പൊടി പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതുണ്ട് അതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കളർ എടുത്ത് നോക്കാം. ഒരു പിങ്ക് കളർ എടുക്കുന്നുണ്ട്. ആ ഒരു കളറും നല്ല ഇൻറ്റൻസാണ്, നല്ല രീതിയിൽ വരുന്നുണ്ട്.
ആ ഒരു സ്മൂത്ത്നെസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല സ്മൂത്താണ് പെൻസിൽസ്. വേറെ ഡിഫറെൻറ്റ് കളർ എടുക്കുകയാണ്. ഈ ഒരു കളർ എടുത്തപ്പോഴും അതിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ബ്രൗണിൽ നിന്നും ആ ഒരു പിങ്കിലേക്ക് ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർലേ ഒന്ന് ചെയ്തു നോക്കാം. ഞാനൊരു ഗ്രീൻ കളർ എടുക്കുകയാണ് ആദ്യം. ഗ്രീൻ കളർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഞാനൊരു ബ്ലൂ കളർ അപ്ലൈ ചെയ്യുകയാണ്. വളരെ പ്രഷർ കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ബ്ലെൻഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലൂ ആണ്, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ, ഈ ഒരു ആദ്യം അപ്ലൈ ചെയ്ത ലൈറ്റ് ഗ്രീനും ഈ ബ്ലൂവും തമ്മിൽ മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ അതാണ് ആ ഒരു ബ്ലെൻഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ആകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കളർ മിക്സായിട്ട് അതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ എന്താണോ ആ കളറാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് പോർട്രേറ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്കിൻ ടോൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. നമുക്കതിൽ തന്നെ ബ്രൗൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രീനിൻ്റെ ഈ ഒരു ഭാഗത്ത് ബ്രൗൺ കളർ മിക്സ് ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൗണിഷ് ഗ്രീൻ തന്നെയാണ് കിട്ടുന്നത്. അത് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്തോറും ആ കളർ ഇൻറ്റൻസ് ആയിട്ട് വരും. കൂടുതൽ ലെയർ ചെയ്യുന്തോറും അത് ശരിക്കും ബ്രൗൺ ആയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. നല്ല രീതിയിൽ കളറ് ബ്ലെൻഡ് ആവുന്നുണ്ട്, കളറ് മിക്സ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കണം. കാരണം ബ്ലാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത്. ആ ഒരു ഡെപ്ത് തോന്നിക്കാനൊക്കെ ബ്ലാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല സ്മൂത്താണ് കേട്ടോ ബ്ലാക്ക് കളറ്. വളരെ സ്മൂത്താണ്, നല്ല ഇൻറ്റൻസുമാണ്. അതും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് തിന്നായിട്ടുള്ള ലൈൻസ് ഇടാൻ പറ്റുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്ര നല്ല രീതിയിൽ പിടിക്കുന്നില്ല. ഒരു പക്ക ബ്ലാക്ക് എഫക്റ്റ് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് പിടിക്കാനൊരു മടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് കണ്ടോ, പക്ക ബ്ലാക്ക് കളറല്ല വരുന്നത്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ മുകളിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി. അടുത്ത് നമുക്ക് വൈറ്റ് കളർ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം വൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വൈറ്റും ആ കളറും കൂടി ബ്ലെൻഡായിട്ട് അതിനേക്കാളും കുറച്ചുകൂടി ടോൺ ഡൗൺ ആയിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഒന്ന് സ്മൂത്തായിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് നമുക്കിതുപോലെ കളറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിലെ ബ്രിസ്ട്രോ എന്ന ബ്രാൻഡിൻ്റെ ഈ കളർ പെൻസിൽസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ആകുന്നുണ്ട്. അതായത് ഓരോ ലെയർ കൊടുത്ത് അടുത്ത ലെയർ ചെയ്യുമ്പോഴും ആ രണ്ട് ലെയറിലെ കളർ തമ്മിൽ ബ്ലെൻഡ് ആയിട്ട് നമുക്ക് പുതിയൊരു കളർ കിട്ടുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആകുന്നൊരു കാര്യമായിരിക്കും എന്തായാലും. പിന്നെ ടിപ്പ് ഒരുവിധം നല്ല, ഈ ഒരു ലെഡിനൊരുവിധം നല്ല കട്ടിയുണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ലെഡല്ല, ഒരുവിധം നല്ല ക്വാളിറ്റി ഉണ്ട്. കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ വയലറ്റ് കളറാണെങ്കിൽ തന്നെ ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് അതിൽ വരുന്നുണ്ട്. ഗ്രീൻ ആണെങ്കിലും ഇത്രയും ഷെയ്ഡ്സ്, ഗ്രീൻ ഇവിടെയുണ്ട്. ഗ്രീനിൻ്റെയും വയലറ്റിൻ്റെയും യെല്ലോൻ്റെയും എല്ലാത്തിൻ്റെയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കുന്ന യെല്ലോ റെഡിൻ്റെ കോമ്പിനേഷനുള്ള ഷെയ്ഡ്സ് ഇവിടെയും യെല്ലോ, റെഡ്, പിങ്ക് അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. പിന്നെ ബ്രൗണിൻ്റെ ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഡാർക്കായിട്ടുള്ള ഗ്രേ, ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക് അതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. ഇവിടെ ഗ്രേയുടെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും 72 കളർ പെൻസിൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള, ഡിഫറെൻറ്റ് കളറിലുള്ള കളർ പെൻസിലുണ്ട്. പോർട്രേറ്റ് വരയ്ക്കുന്നവർക്കും ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്നവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ പോളിക്രോമോസ് കളർ പെൻസിലാണ്. ഫൈബർ കാസിലിൻ്റെ പോളിക്രോമോസ് കളർ പെൻസിലാണ്. അതിന് 36 സെറ്റിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ഒരു 4000 രൂപയുടെ അടുത്ത് വരും. 36 കളറിൻ്റെ സെറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കളർ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടു നോക്കുക. ഏകദേശം സിമിലർ ക്വാളിറ്റിയാണ് വരുന്നത്. ആ ഒരു പെൻസിൽ ഏകദേശം ആ സിമിലർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്.
പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പോളിക്രോമോസ് ഓയിൽ ബേസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ബ്രിസ്ട്രോൻ്റെ കളർ പെൻസിൽ വാക്സ് ബേസ്ഡ് ആണ്. അപ്പോൾ ബ്രിസ്ട്രോ കുറച്ചും കൂടി കമ്പയറബിൾ ആയിട്ടുള്ളത് നമ്മുടെ പ്രിസ്മ കളേഴ്സിനോടാണ്. പ്രിസ്മ കളറും ഇതുപോലെ തന്നെ നല്ല റേറ്റുള്ള കളർ പെൻസിലാണ്, പക്ഷേ അത് വാക്സ് ബേസ്ഡ് ആണ്. അപ്പോൾ വാക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിലിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ള, ഒപ്പം കുറച്ചും കൂടി ബെറ്ററായിട്ട് ബ്ലെൻഡിങ് നടക്കുന്ന, ലെയറിങ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് പുതിയ കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി ഈ കളർ പെൻസിലിനുണ്ട്. വളരെ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. ഈ ഒരു പെൻസിലിൻ്റെ വുഡാണെങ്കിലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അതിലെ ആ ഒരു ഡിസൈൻസും ലെറ്ററും അതിൻ്റെ ആ ഫിനിഷിങ് നോക്കുകയാണെങ്കിലും പിന്നെ ലെഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ആ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ആണെങ്കിലും എല്ലാം ഒരു ആ ഒരു റേഞ്ചിൽ ടോപ്പ് ക്വാളിറ്റി തന്നെയാണെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം. ഒപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിൽ 2000 രൂപയുടെ അകത്ത് 72 കളർ പെൻസിൽ നമുക്ക് വാങ്ങാൻ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമാണ്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഈ ഒരു കളേഴ്സിനുള്ളതെന്ന് അവർ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അത് ഞാൻ ആദ്യമേ വായിക്കാണ്ടിരുന്നതാണ്, കാരണം അത് വായിക്കാതെ നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് വായിച്ച് നോക്കാം അവരെന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന്. ഇതിലവർ 4mm തിക്ക് ലെഡ്സാണ് പെൻസിലുള്ള എഴുതിയിട്ടുണ്ട്. സോഫ്റ്റ് വാക്സ് ബേസ്ഡ് കോഴ്സാണ്, വാക്സ് ബേസ്ഡ് പെൻസിൽസ് ആണ്. നമ്മുടെ ആ പ്രിസ്മ കളേഴ്സൊക്കെ പോലെയുള്ള വാക്സ് ബേസ്ഡ് പെൻസിൽസ് ആണ്. വാക്സ് ബേസ്ഡ് ആയ എന്താ ഗുണമെന്ന് വെച്ചാൽ വളരെ സ്മൂത്തായിരിക്കും പെൻസിൽ. ലെയറിങ് പോസിബിൾ ആണ്. ഓഫ് കോഴ്സ് ഓയിൽ ബേസ്ഡ് ആണെങ്കിൽ വാക്സ് ബേസ്ഡ് ആണെങ്കിൽ ലെയറിങ് പോസിബിൾ ആയിരിക്കും. പക്ഷേ വാക്സ് ബേസ്ഡ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ബട്ടറി സ്മൂത്തായിട്ട് ഷെയ്ഡെല്ലാം ബ്ലെൻഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് ഹൈലി പിഗ്മെൻറ്റഡ് ആൻഡ് ബ്രേക്ക് റെസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഷാർപ്പൻ ചെയ്തപ്പോൾ കണ്ടു പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, കളേഴ്സൊക്കെ നല്ല ബ്രൈറ്റാണ്, നല്ല ഡെപ്തുള്ള കളേഴ്സാണ്. എക്സലൻറ്റ് ലൈറ്റ് ഫാസ്റ്റ്നെസ്, ഫെയ്ഡ് റെസിസ്റ്റൻറ്റ്. ലൈറ്റ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളൊരു കളർ പെൻസിൽ ഉപയോഗിച്ചൊരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കാലം ആ ചിത്രം കേടുകൂടാതിരിക്കും, അല്ലെങ്കിൽ ആ ചിത്രം ഫെയ്ഡ് ആവാതിരിക്കും, അല്ലെങ്കിൽ ആ ചിത്രം കളറ് മാറാതെ കളറ് മങ്ങാതിരിക്കും. അതിനെയാണ് ലൈറ്റ് ഫാസ്റ്റ്നെസ് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സലൻറ്റ് ലൈറ്റ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ആ ഒരു ചിത്രം, ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രം മങ്ങാതെ കേടുകൂടാതെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെയ്ഡ് റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല ഇത് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ. പിന്നെ പറയുന്നത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും, പേപ്പറിന് നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാം, നോൺ ടോക്സിക് ആണ്, എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഒരുവിധം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുവിധം സത്യമാണെന്ന് മനസ്സിലായി. പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 പെൻസിൽസ് ഉള്ള സെറ്റാണ്. അതും ഈ ഒരു മെറ്റാലിക് ബോക്സിലാണ് വരുന്നത്. അതും ഇതിൻ്റെ റേറ്റ് വരുന്നത് 1899 രൂപയാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്. കാരണം ഞാനിത് വരച്ചപ്പോൾ ഞാനിത് കമ്പയർ ചെയ്യാൻ ശ്രമിച്ചത് ടോപ്പ് ബ്രാൻഡായിട്ടുള്ള പ്രിസ്മ കളേഴ്സും പോളിക്രോമോസും വെച്ചിട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു റേറ്റിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കളർ പെൻസിൽ മാർക്കറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിന് ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡിനോട് താങ്ക്സ് പറയാണ്. അതോടൊപ്പം തന്നെ 72 കളേഴ്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. ഞാനൊരു മീഡിയം റേഞ്ച് കളർ പെൻസിൽ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് ലോ റേഞ്ച് ആണെങ്കിൽ ആദ്യം ഞാൻ ഡോംസ വാങ്ങിക്കാൻ പറയാം. കാരണം ഒരു 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 110 രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കളർ പെൻസിൽസ് ഡോംസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത റേഞ്ച് വരുന്നത് സ്റ്റെഡ്ലറിൻ്റെ ഒരു റേഞ്ചിലേക്കാണ്. സ്റ്റെഡ്ലർ കുറച്ചും കൂടി ക്യാഷ് കൂടുതലാണ്, പക്ഷേ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി ഇപ്പോൾ ബ്രിസ്ട്രോ ഇറക്കിയ ഈ ഒരു പെൻസിൽസിനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് 1899 MRP കൊടുക്കാനായിട്ട് റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണുമടച്ച് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പെൻസിൽസാണ് എന്തായാലും ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ കളർ പെൻസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് നോക്കുന്ന സമയത്ത് പ്രിസ്മ കളേഴ്സും പോളിക്രോമോസും ഒരുപാട് റേറ്റ് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ലെവലായിട്ട് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളർ പെൻസിൽസാണ് ബ്രിസ്ട്രോൻ്റെ 72 സെറ്റ് വരുന്ന ഈ കളർ പെൻസിൽ. വേറെയും സെറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിലെ ടോപ്പ് കളേഴ്സ് ഉള്ളത് നോക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ
പെട്ടെന്ന് പുതിയതായിട്ട് വരുന്ന പുതിയ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ നമ്മളത് മോശമാണെന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കളഞ്ഞ് റിസ്ക് എടുത്തൊരു ഐറ്റം വാങ്ങണേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലുള്ള റിവ്യൂസ് കണ്ടൊരു ഐറ്റം വാങ്ങുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തതായിട്ട് ബ്രിസ്ട്രോൻ്റെ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ സെറ്റ് വരുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. 12 സെറ്റിൻ്റെ ഒരു ബോക്സാണ് വരുന്നത്. 2H, H, HB, B, 2B, 3B, 4B, 5B, 6B, 7B, 8B, 10B ഇത്രയും പെൻസിൽസാണ് വരുന്നത്. അപ്പോൾ ഇതും പുതുതായിട്ട് വന്ന മാർക്കറ്റിൽ പുതുതായിട്ട് വന്ന ഐറ്റമാണ്. ഇതും മെറ്റാലിക് ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഒരുപാട് പേർക്ക് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ഞാനിത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ കൂടി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചാർക്കോൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന നമ്മൾ ചെയ്ത പോർട്രേറ്റ് ഡ്രോയിങ് ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. 5 എപ്പിസോഡുകളായിരുന്നു യൂട്യൂബിൽ നമ്മൾ ചെയ്ത ക്ലാസ്സിൽ. അപ്പോൾ അതിൽ അവസാനത്തെ എപ്പിസോഡിൽ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങൾ വരച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ടാഗ് ചെയ്ത് സ്റ്റോറിയാക്കിയ ചിത്രങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ വരച്ച ചിത്രങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആ 5 എപ്പിസോഡ് കണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഫേർട്ട് എടുത്ത് വരച്ച ചിത്രങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഇതിലൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ചാർക്കോൾ പെൻസിൽസ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും ആർട്ട് ലവേഴ്സിൻ്റെ ഒപ്പം എന്നും നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.